ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഈ തവണ നമുക്ക് അലച്ചു പറയേണ്ട ആവശ്യമില്ല, കാരണം ഞങ്ങൾ പുതിയ മൈക്ക് വാങ്ങിച്ചു. അതെ, പുതിയ മൈക്ക് വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ ഇനിയിപ്പോ പയ്യായിരിക്കും വീഡിയോ എടുക്കുന്നത് കേട്ടോ. സാധാരണ നമ്മള് ഹായ് ഗൈസ് എന്ന് പറഞ്ഞ് കിടന്ന് അലക്കേണ്ട വരും, ആൾക്കാരെല്ലാം ശ്രദ്ധിക്കും. ഇല്ലായിരിക്കും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് ഒരു 1 ഡേ ഷോർട്ട് ട്രിപ്പിനായിട്ട് വന്നേക്കാം. കുറച്ച് നമ്മുടെ ഫാമിലി ഫ്രണ്ട്സും എല്ലാവരുമായിട്ട് ഒരു ഷോർട്ട് ട്രിപ്പിന് നമ്മൾ മാരാരിക്കുളം പോവാം. അതെ, മാരാരിക്കുളം പോകാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ ഇതിൽ കോവളത്ത് പോയിട്ടുണ്ടായിരുന്നു. അന്നേരം നമ്മൾ ബീച്ചിലും കൂടെ പോകാമല്ലോ എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു. പക്ഷേ അന്നേരം നമുക്ക് ബീച്ചിൽ ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ആ സങ്കടം മാറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മാരാരിക്കുളം ബീച്ചിലോട്ട് പോന്നു. പിന്നെ അതേപോലെ മാരാരിക്കുളത്തെ നമ്മുടെ 3ാമത്തെ സ്റ്റേ കേട്ടോ. പിന്നെ അവിടെ ചെല്ലുമ്പോൾ കാണാം. അപ്പം നമ്മൾ 3 തവണ പോകണമെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകത കാണുമല്ലോ. ഈ സെയിം സ്ഥലത്തല്ല 3 തവണ, പക്ഷേ ഈ സെയിം സ്ഥലത്ത് നമ്മൾ 2ാം തവണയാണ്. അതെ, സെയിം സ്ഥലത്ത് നമ്മൾ ആക്ച്വലി ബുക്ക് ചെയ്യാനായിട്ട് നോക്കിയത്. അത് കിട്ടിയില്ല. തൊട്ടപ്പുറത്തെ വേറെ ഒരെണ്ണം നമ്മൾ ബുക്ക് ചെയ്ത്, കാരണം അത് നല്ലൊരു ലൊക്കേഷനാണ്. നമുക്ക് കാണുമ്പോൾ പറയാം. ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാനായിട്ട് വന്ന് നിർത്തിയേക്കും. നമ്മൾ ആലപ്പുഴ പോകുമ്പോൾ എപ്പോഴും നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും ഷാപ്പാണല്ലോ. അപ്പം ഞങ്ങൾ ആലപ്പുഴയിലോട്ട് വന്നപ്പോഴേ നമ്മൾ ഷാപ്പിൽ കയറാമെന്ന് പ്ലാൻ ചെയ്തിട്ട് വന്നു. ആറ്റുമുഖം ഷാപ്പിലാണ് നമ്മൾ വന്നേക്കുന്നത്. ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ടൊഡി ഷോപ്പ് അങ്ങനെയല്ലേ? ആദ്യമായിട്ട് ഇവിടെ വരുന്നത് ഇത് ഇച്ചിരി ഇത് പെട്ടെന്നായിരിക്കും അങ്ങനെ അറിയത്തില്ല. നമ്മളിപ്പോൾ ഗരുഡഗിരി ഒക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം. അതുപോലെ തന്നെ മെയിൻ റോഡിൽ നിന്ന് അകത്തോട്ട് മാറിയാണ് ഇത് ചെയ്തേക്കുന്നത്. പക്ഷേ ഗൂഗിൾ മാപ്പ് കിട്ടും, കറക്റ്റായിട്ട് ലൊക്കേഷൻ വന്ന് ഗൂഗിൾ മാപ്പ് എത്തിപ്പെടാൻ പറ്റും. ഇതിനകത്ത് കുറച്ചധികം പരിപാടികളുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ വിശേഷങ്ങളായി ഇന്നത്തെ. ഓക്കെ, അപ്പോൾ നമുക്കിനി ബാക്കി വീഡിയോസിലോട്ട് പോകാം. നമ്മളപ്പം എടുത്തേക്കുന്നത് ഇങ്ങനെ ഒരു ഇതാണ്. നമ്മൾ മൊത്തം 8 പേരുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി വലിയ റൂം നോക്കി എടുത്ത്. വലിയ റൂമും ചൂട് കൂടുതലുള്ളതുകൊണ്ട് AC റൂം. അതെ, AC റൂമാണ്. എല്ലാ ടീംസും ഇവിടെ ഉണ്ട്. കള്ളൊക്കെ എപ്പോ വന്ന് ഈ കള്ളിനെന്താ ഈ കളറ്? മുന്തിരി കള്ള എൻ്റെ. സോ ഗൈസ്, നമ്മൾ വന്ന ഷാപ്പിൽ നമുക്ക് വേണ്ട ഫുഡ് കണ്ടുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് കണ്ടോ, ഈ ഒരു ഷാപ്പിൽ നമുക്ക് അടുക്കളയുടെ ഫ്രണ്ടിലായിട്ട് ഇവരുടെ കറികളെല്ലാം വെച്ചിട്ടുണ്ട്. നമുക്കത് നോക്കി ഇതിനകത്തുനിന്ന് ഏത് കറികളാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുമേ. കറികൾ മാത്രമല്ല കേട്ടോ, കപ്പ, പുഴുക്ക്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഈ ഒരു ഷാപ്പിൻ്റെ ബാക്ക് സൈഡിൽ കായലാട്ടോ. അവിടെ ഇതേപോലെ 2 വള്ളങ്ങളുണ്ടായിരുന്നു. വള്ളമല്ല കേട്ടോ, വലിയ ബോട്ട് പോലെ സെറ്റപ്പ്. നമുക്ക് ഇതിനകത്തിരുന്നും ഫുഡ് കഴിക്കാനായിട്ട് പറ്റും. പക്ഷെ ഞങ്ങൾ ചെന്ന സമയത്ത് ഇവിടെ ക്ലീനിങ് നടക്കുമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോട്ടിൻ്റെ സാധനം ഇവിടുത്തെ കല്യാണ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പോകുന്ന കേട്ടോ. കാരണം ഈ കുമരകം ആ ഒരു സൈഡിലൊക്കെ ഈ ഓഡിറ്റോറിയവും കാര്യങ്ങളും ഒക്കെ കുറവായതുകൊണ്ട് വീട്ടിൽ കല്യാണമൊക്കെ നടന്നിട്ട് ഇതുപോലത്തെ വള്ളങ്ങൾ കായലിലിടും. എന്നിട്ട് കല്യാണ സദ്യയൊക്കെ കൊടുക്കുന്നത് ഇതേപോലത്തെ ബോട്ടിലാട്ടോ. ബോട്ടിൽ വന്ന് കഴിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഇവിടെ ക്ലീനിങ് നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഹഡിൽ തന്നെ ഇരുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പോയി ഫുഡ് കണ്ട് അവിടെ തന്നെ ഫുഡിന് ഓർഡർ കൊടുത്തിട്ട് വരണം കേട്ടോ. അല്ലാതെ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തോട്ട് ഇവർ വന്ന് മെനുവും കൊണ്ടൊന്നും വരത്തില്ല. പക്ഷെ ഇവിടെ തന്നെ ഇവരൊരാളെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി, അവരത് കൊണ്ടുത്തരും. ഈ സാധനമാണ് നീരാളി. ഇട്ടോ, സലാഡ് ഇടാനൊന്നും. ഇതാണ് നീരാളി. നീരാളിയുടെ എല്ലാം തിന്നാൻ പറ്റുമോ? എല്ലാം അല്ല, കാല് മാത്രമാണ്. ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി. ഈ ഒരു സൈഡ് പാടവും അപ്പുറത്തെ സൈഡ് കായലും കേട്ടോ. അപ്പോൾ കായലിൻ്റെ നടുക്ക് അവർക്ക് 2 നടുക്കല്ല കേട്ടോ, സൈഡിൽ 2 വള്ളമൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അവിടെ ഇരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാം. പക്ഷെ ഫുഡാണെങ്കിൽ കൊള്ളൂലായിരുന്നു കേട്ടോ, വലിയ ടേസ്റ്റ് ഒന്നുമില്ല. അല്ല, ഫുഡ് കൊള്ളൂല എന്നല്ല, ഭയങ്കരമായിട്ട് തണുത്തൊക്കെ ഇരിക്കുന്ന ഫുഡായിരുന്നു. അതുകൊണ്ട് ആർക്കും ഒരു കള്ള് ഷാപ്പിൽ നിന്ന് കഴിച്ചൊരു എഫക്റ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്മുടെ സ്റ്റേ ആയിട്ടുള്ള മാരാരിക്കുളത്തോട്ട് പോവുകയാണ് ഗൈസ്. ഷാപ്പിലെ ഫുഡിന്റെ റിവ്യൂ പറയൂ. ഫുഡിന്റെ റിവ്യൂ ആറ്റുമുഖം ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് 2D ഷോപ്പ്. പാർക്കിംഗ് ഈസ് സഫിഷ്യന്റ്, ഫുഡ് ഈസ് വെരി പുവർ. അതാണ് കാര്യം. ഇഷ്ടംപോലെ എല്ലാ ഫുഡും അവർ കുക്ക് ചെയ്ത് അവിടെ റെഡിയാക്കി നേരത്തെ വെച്ചിട്ടുണ്ട്. വെളുപ്പിനെ 2 മണിക്കോ മറ്റോ കുക്കിംഗ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഒരൊറ്റ സാധനത്തിന് പോലും ചൂടോടെ നമുക്ക് തരാൻ പറ്റുന്നില്ല. ടേസ്റ്റ് വൈസ് ഒരു ഷാപ്പിൻ്റെതായ യാതൊരു ടേസ്റ്റും ഇല്ല. കോസ്റ്റ് വൈസ് എങ്ങും മറ്റുള്ളതിനെക്കാട്ടിൽ കുറവൊന്നുമല്ല. അത്യാവശ്യം നല്ല റേറ്റും വാങ്ങിക്കുന്നു. അതെ,
എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പോയി കണ്ട് സാധനം സെലക്ട് ചെയ്യാം. പക്ഷെ അപ്പൊ പ്രതീക്ഷിക്കുന്നില്ല, അതെ പ്രതീക്ഷിക്കുന്നില്ല അവിടെ നിന്നാ കോരുന്നതെന്ന്. അറ്റ്ലീസ്റ്റ് ഇവരൊക്കെ ചൂടാക്കിയെങ്കിലും തരാം. അതെ, ഈ ചെയ്യുന്ന സാധനം കുക്ക് ചെയ്ത് വെച്ചോട്ടെ, കാരണം ഇത്രയും സാധനങ്ങൾ അവർക്ക് കുക്ക് ചെയ്യാനുണ്ട്, സമയമെടുക്കും. കുക്ക് ചെയ്ത് വെച്ചോട്ടെ, അതൊന്ന് ഹീറ്റ് ചെയ്ത് നമുക്ക് തരികയാണെങ്കിൽ നല്ലതാ. പക്ഷെ ഇതെല്ലാം തണുത്ത സാധനങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ഷാപ്പിൽ നിന്ന് ഫുഡ് കഴിച്ചതിന്റെ ഒരു ഫീൽ ഇല്ല. നമ്മൾ അവിടെ ചെന്നിട്ടാണെങ്കിലും എല്ലാം അവർക്ക് പല പരിപാടികളുണ്ട്. അതായത് പാർക്കിംഗ് സ്പേസ് ഉണ്ട്, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, നല്ല തിരക്കുണ്ട്, അതുപോലെ വള്ളത്തെ ഇരുന്ന് കഴിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. ഇതെല്ലാം ശരിയാ. പക്ഷെ പ്രൈമറി തിങ് നമുക്ക് ഫുഡ് ചൂടോടെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് മടുത്തു. അപ്പോഴേ നമ്മൾ അവരോട് പറയുകയും ചെയ്യുന്ന കാര്യം. ആണോ? ഇഷ്ടപ്പെട്ടോ? ഞങ്ങൾ ഇതിനു മുമ്പ് കുമരകത്താണെങ്കിൽ കിളിക്കൂട് എന്ന് പറഞ്ഞൊരു ഷാപ്പ് ഉണ്ടായിരുന്നു. അത് നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അത് ചെറിയൊരു ഷാപ്പുമാണ്, പക്ഷെ നല്ല ആണെങ്കിൽ ഇത്രയും തിരക്കൊന്നുമില്ല. പക്ഷെ നല്ല ചൂടോട് നല്ല അടിപൊളി ഫുഡ്. അതെ, ഇനി ഫുഡ് കഴിച്ച് ഞങ്ങൾ നേരെ മാരാരിക്കുളത്ത് ഞങ്ങളുടെ സ്റ്റേയിലോട്ട് പോവാണ്. ഇനി ഞങ്ങൾ ചെല്ലുമ്പോ കാണിച്ചു തരാം. സോ ഗൈസ്, നമ്മൾ നമ്മുടെ ഹോം സ്റ്റേയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെയായിരുന്നു നമ്മൾ കഴിഞ്ഞ തവണ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഈ തവണ നമുക്കത് കിട്ടിയിട്ടുണ്ടായില്ല. അതുകൊണ്ട് ഈ ഒരു ഹോം സ്റ്റേയുടെ തൊട്ടപ്പുറത്തെ ബിൽഡിംഗ് ആട്ടോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്റ്റേയുടെ തൊട്ട് ഫ്രണ്ടിലായിട്ടോ ബീച്ച് ഉള്ളത്. പിന്നെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ കുറേ സ്പേസ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇറക്കി അവസാനം വണ്ടി ഇതിനകത്ത് പൊതഞ്ഞ് ഇവിടുന്ന് അന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് പിടിക്കാൻ പോകുന്ന ചേട്ടന്മാരുണ്ടായിരുന്നു. അവര് ഞങ്ങളെ വന്ന് രക്ഷപ്പെടുത്തിയതെന്ന്. ഇതാണ് ഗൈസ് നമ്മുടെ സ്റ്റേ. ഇവിടെ നമ്മൾ 4 മുറിയാട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. മേളിൽ 2ഉം താഴെ 2ഉം. ഇവിടെ ആണെങ്കിൽ ഹോം സ്റ്റേ ആയിട്ടാണ്, താഴെയാണെങ്കിൽ ഇതിന്റെ ഓണേഴ്സ് താമസിക്കുന്നുണ്ട്. നമുക്ക് റൂം മാത്രമല്ല, ഇവരുടെ പുറത്തെ ഈ ഒരു സ്പേസ് മൊത്തം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുവേ. ഞങ്ങൾ മേളത്തെ റൂമായിരുന്നു കേട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ബീച്ചൊക്കെ കാണാലോ എന്നുള്ളതാണ്. ഒത്തിരി ട്രാവൽ ചെയ്ത് ദൂര സ്ഥലങ്ങളിൽ പോകാൻ പാടായിട്ടുള്ളവരും ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വരാനായിട്ട് പറ്റിയ ഒരു പ്ലേസ് ആട്ടോ ഇത്. പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലെ ബീച്ച് ഒത്തിരി ഇഷ്ടമുള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇവിടെ വേറെ ആക്ടിവിറ്റി ഒന്നും ചെയ്യാനില്ല കേട്ടോ. നമ്മൾ ഫാമിലി ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വന്ന് ഒരു ഗെറ്റ് ടുഗദർ പോലെ നടത്താൻ പറ്റിയ ഒരു പ്ലേസ് ആണ്. ഒരു സ്റ്റേയിൽ 4 റൂമൊക്കെ ആയിരിക്കും കേട്ടോ ഉണ്ടാവുന്നത്. പക്ഷെ ഒത്തിരി പേരുണ്ടെങ്കിൽ നമുക്ക് ഇതിന് അപ്പുറം ഇപ്പുറയൊക്കെ വേറെ ഹോം സ്റ്റേകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ബുക്ക് ചെയ്തിട്ട് കുറേ ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ട് പറ്റുവേ. ഇതാട്ടോ റൂമിന് നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു റൂമും അതുപോലെ വാഷ്റൂം ആണെങ്കിലും നല്ല ക്ലീൻ ആയിട്ടുള്ളതായിരുന്നേ. നല്ല നല്ല നീറ്റ് ആയിട്ടുള്ള റൂമേ. ഹായ് ഗായ്സ്, ഇരിക്കാൻ സ്ഥലം മുന്നോട്ട് വീഴല്ലോ. നല്ല നല്ല നീറ്റ് അല്ലേ? എനിക്കൊന്ന് പുത്തനാ. എല്ലാവരും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്ത് നമുക്ക് ചായ ഇല്ല, പക്ഷെ ഇതിന് തൊട്ടപ്പുറത്ത് ഒരു ചായക്കടയുണ്ട്, അങ്ങോട്ട് ചായ കുടിക്കാൻ വേണ്ടി പോകും. പണ്ടത്തെ പുളിമുട്ടായി. ചായക്കട ചായ കുടിക്കാൻ വന്നപ്പോ കണ്ട സാധനം. ഇനി ഞങ്ങള് ബീച്ചിലൊക്കെ ഒന്ന് ഇറങ്ങി ആർമാദിച്ചിട്ട് വരാം ഗൈസ്. അങ്ങനെ ബീച്ചിലെല്ലാം ആർമാദിച്ച് മതി വരുവോളം അവിടെ കിടന്നു കേട്ടോ. എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഇത് തന്നെയായിരുന്നു, ബീച്ചിൽ നനഞ്ഞ് കുളിച്ച് പിന്നെ സ്റ്റേയിലോട്ട് വരിക എന്നുള്ളത്. കാരണം നമ്മൾ ജസ്റ്റ് ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ തിരിച്ച് വണ്ടിയിൽ മണ്ണാവുമല്ലോ എന്ന് വിചാരിച്ച് നമുക്ക് ഈ പരിപാടികളൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് ഇവിടെ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഇതാണ്. പിന്നെ ഡിന്നർ നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് പുറത്തിരുന്ന് ഫുഡെല്ലാം കഴിച്ച് നേരെ ഉറങ്ങാനായിട്ട് പോയി. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ദാണ്ട് രാവിലെ എല്ലാം എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ തിരിച്ച് പോവുകയാണ് നമ്മുടെ ഹോം സ്റ്റേന്ന്. ഇന്നലെ വൈകുന്നേരം നമ്മൾ കുറച്ച് ബീച്ചിലൊക്കെ പോയി വൈകിട്ട് അത് കഴിഞ്ഞ് കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റു, ചെക്കൗട്ട് ചെയ്ത് ഒരു ബില്ലൊക്കെ അടച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു. സക്സസ്. ഇന്ന് നമ്മുടെ വണ്ടിക്ക് പ്രശ്നമൊന്നുമില്ലാതെ നമ്മൾ വണ്ടി പുറത്തെടുത്തിരിക്കുന്നു ഗൈസ്. ഇന്നലെ അവിടെ വേറൊരു വണ്ടി പൊതഞ്ഞായിരുന്നു. നമ്മുടെ വണ്ടി വിഷയമൊന്നുമില്ല, നമ്മൾ വണ്ടി എടുത്തു. ചേട്ടാ പോയേക്കുക. സോ ഗൈസ്, നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി കാഷ്വൽ കയറിയിരിക്കുക കേട്ടോ. അതെ, സ്ഥിരം നമ്മുടെ
നമ്മൾ സ്ഥിരം കയറുന്ന ക്യാഷ്യല്. ഹൈ ഗൈസ് രാവിലെ കഴിഞ്ഞു. മീൽസും പറഞ്ഞു, ബിരിയാണിയും പറഞ്ഞു, ഫ്രൈഡ് റൈസും പറഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു ഹോം സ്റ്റേ? എന്താ പറഞ്ഞ സൂപ്പർ അല്ലാത്ത നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു, ഒക്കെ ഓക്കെ ആയിരുന്നു. ഫുഡ് അവിടെ ഇല്ല എന്നത് മാത്രം ഒരു വിഷയമായിരുന്നു. പക്ഷെ പുള്ളി തന്നെ ഓർഡർ ചെയ്ത് തന്നു, അത് കുഴപ്പമില്ല. ഇന്നർ ഇല്ലായിരുന്നു എന്നുള്ളൊരു വിഷയമുള്ളായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് നല്ല അടിപൊളി ഇഡലി, സോഫ്റ്റ് ഇഡലിയും സാമ്പാറും ചട്നി, ചായ. ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ അല്ലാത്തതൊന്നും അങ്ങനെ ഇല്ല. അത് പക്ഷേ ഓർഡർ തന്നെ നമുക്ക് ഓർഡർ ചെയ്ത് തരും, അതും നല്ല സാധനമായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. ഓക്കെ ബൈ. അങ്ങനെ അവരിവിടുന്ന് ഫുഡ് കഴിച്ച് പോകുന്നു. ഹേസോ മൂക്കി കുത്തി കയറ്റുന്നോ? അപ്പൊ നമ്മളിത് കാഷ്വലിന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ഇനി നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ശരി, ബൈ.